നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സെയിൽസാണ്. വേണ്ടി സെലക്ട് കമ്പനി എടുക്കുക. എപ്പോഴും ചെയ്യുന്ന പോലെ എൻ്റർ അടിക്കുക. സെയിൽസിനുള്ള ഫങ്ഷൻ കീ F8 ആണ്. സെയിൽസ് എന്ന് വെച്ചാൽ യൂസ്ഡ് ഫോർ സെയിൽസ് എൻട്രീസ് ആൻഡ് ഇൻകം. സെയിൽസ് എൻട്രി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെയിൽസ്. അതിൻ്റെ ഫങ്ഷൻ കീ ആണ് F8. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചറിൽ പോയിട്ട് F8 അടിക്കാം. F8 ഇപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്നതുകൊണ്ടാണത്. നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ട് നോക്കാം. എന്തെങ്കിലും മാറ്റിയിട്ട് F8 ഇതാണ് സെയിൽസ് എൻ്റർ ചെയ്യാനുള്ളത്. ഒന്നുകിൽ കീബോർഡിൽ F8 അടിക്കുക, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് F8 സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ വൗച്ചർ, ആസ് വൗച്ചർ, ഐറ്റം, ഇൻവോയ്സ്, അങ്ങനെ 1-2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആസ് വൗച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഇൻവോയ്സ് ആക്റ്റീവായി കിടക്കും. അപ്പോൾ വൗച്ചർ മോഡാണ് വരുന്നത്. ഇൻവോയ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻവോയ്സ് മോഡ് വരും. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇൻവോയ്സ് മോഡിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടാക്സ് കാൽക്കുലേഷനും എല്ലാം GSTയുടെ എല്ലാം ഓട്ടോമാറ്റിക് വരുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആസ് ഇൻവോയ്സ് എടുത്തിട്ട് ചെയ്യാം. സെയിൽസ് ബില്ലിൻ്റെ നമ്പർ നമുക്ക് 1 തന്നെ കൊടുക്കാം. ഡേറ്റ് മാറ്റണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ F2 ഡേറ്റ് മാറ്റുക. അത് എഡ്യൂക്കേഷൻ വെർഷനിൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പോൾ ഉള്ള ഡേറ്റിൽ തന്നെ വെച്ച് ക്രിയേറ്റ് ചെയ്യാണ്. റെഫറൻസ് സെയിൽ ബിൽ നമ്പർ കൊടുക്കാം. നമുക്ക് സെയിൽ ബില്ലിൻ്റെ നമ്പർ 1 തന്നെ കൊടുക്കാം. പാർട്ടി അക്കൗണ്ട് നെയിം, പാർട്ടി അക്കൗണ്ട് നമ്പർ നമ്മൾ ABC എന്ന് പറഞ്ഞ സൺഡേ ഡെപ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ABC എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ ഡെലിവറി നോട്ട് നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. ഡെസ്പാച്ച് ഡോക്യുമെൻറ്റ് നമ്പർ, ഡെസ്പാച്ച് ത്രൂ ഇത് വെഹിക്കിളാണ്, ഡെസ്റ്റിനേഷൻ, ബിൽ ഓഫ് ലാഡിങ്, വെഹിക്കിൾ നമ്പർ, നമ്മൾ ഡെസ്പാച്ച് ചെയ്യണ വെഹിക്കിളിൻ്റെ നമ്പർ, അങ്ങനെ ഓർഡർ നമ്പർ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ തരുമല്ലോ, ആ ഓർഡറിൻ്റെ നമ്പർ, കസ്റ്റമർ നമുക്ക് തരുന്ന ഓർഡർ നമ്പറും ആ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം. മോഡ് ഓഫ് പേയ്മെൻറ്റ്, അത് റെഫറൻസ് വേണമെങ്കിൽ കാണിക്കാം. ടേംസ് ഓഫ് ഡെലിവറി അതെല്ലാം കാണിക്കാം. ബയ്യറിൻ്റെ പേര് ABC ആണ്. അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. ബയ്യറിൻ്റെ അഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ. സ്റ്റേറ്റ് കേരള, പ്ലേസ് ഓഫ് സപ്ലൈ കേരള. GST നമ്പർ, പാർട്ടിയുടെ GST നമ്പർ ഇപ്പോൾ നമ്മൾ പഠിക്കാനുള്ളതായതുകൊണ്ട് കൊടുക്കണില്ല. GST നമ്പർ കൊടുക്കണമെങ്കിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സെയിൽസാണ്. പാർട്ടിയുടെ പേര് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം ഇൻവോയ്സ് മോഡിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. സെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. Alt C ഇവിടെ വെച്ച് നേരത്തെ പറഞ്ഞ പോലെ Alt C അടിച്ച് സെയിൽസ്. അല്ലെങ്കിൽ GST സെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ GST ഒക്കെ വന്നതുകൊണ്ട് GST സെയിൽസ് എന്ന് കൊടുക്കാം. GST സെയിൽസ് 18% നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ പെർസെൻറ്റേജിന് ഓരോ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പമുണ്ട് എത്ര % സെയിൽസ് ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. GST സെയിൽസ് 18%, GST സെയിൽസ് 12%, അങ്ങനെ കൊടുക്കാം. ഇത് സെയിൽസ് എന്ന് പറയുമ്പോൾ അണ്ടർ സെയിൽസ് അക്കൗണ്ടിലാണ് വരുന്നത്. സെയിൽസ് അക്കൗണ്ട്സ്. ഇൻവെൻട്രി വാല്യൂസ് അഫക്റ്റഡ്. ഇൻവെൻട്രി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം ഡീറ്റെയിൽഡായിട്ട്. ഇൻവെൻട്രി വാല്യൂസ് ഒക്കെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ yes കൊടുക്കാം. ടൈപ്പ് ഓഫ് ലെഡ്ജർ ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. ഈ GST ആപ്ലിക്കബിൾ, അത് ആപ്ലിക്കബിൾ കൊടുക്കണം, എന്നാലും GSTയുടെ കാൽക്കുലേഷനൊക്കെ വരുള്ളൂ. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് yes കൊടുക്കുക. അൺഡിഫൈൻഡ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ സെയിൽസ് ടാക്സബിൾ കൊടുക്കുക. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് അത് 18% നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ 18% കൊടുക്കുക.
ഗുഡ്സ് സർവീസ് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ഗുഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സെയിൽസ് ആയതുകൊണ്ട് അഡ്രസ്സൊന്നും കൊടുക്കാനില്ല, ബാങ്ക് ഡീറ്റെയിൽസൊന്നുമില്ല. ആക്സെപ്റ്റ് കൊടുക്കുക. സെയിൽസ് നമ്മൾ എത്ര എമൗണ്ടാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു 1000 rupees കൊടുക്കുക. അത് സെയിൽസ് ടാക്സബിൾ, ടാക്സ് ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ സെയിൽസ് ടാക്സബിൾ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ സെയിൽസ് അടിച്ചു, ഇനി ടാക്സ് ആണല്ലോ, GSTയുടെ എൻട്രി കൊടുക്കണമല്ലോ. അതിനുവേണ്ടി ഇവിടെ Alt+C അടിക്കുക. GST നിങ്ങൾക്കറിയാമല്ലോ, ഔട്ട്പുട്ട് CGST SGST 2 ടാക്സ് ഉണ്ട്, സ്റ്റേറ്റ് ടാക്സ്, സെൻട്രൽ ടാക്സ്. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സെയിൽസിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് പർച്ചേസിൻ്റെയും വരുമല്ലോ, രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സെയിൽസിന് നമുക്ക് ഔട്ട്പുട്ട് CGST 9%. അതിപ്പോൾ ടാക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി 9% എന്ന് കൊടുക്കുക. 9%ൻ്റെ ടാക്സാണെന്ന് അറിയാൻ വേണ്ടി. അണ്ടർ ഇത് ടാക്സൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലാണ് കൊടുക്കുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST. ടാക്സ് ടൈപ്പ് ഇത് CGST അല്ലേ, അത് സെൻട്രൽ ടാക്സ് ആണ്. സെൻട്രൽ ടാക്സ് പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ നമ്മളിവിടെ കൊടുത്താലേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുള്ളൂ. നമ്മൾ എൻട്രി കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ വാല്യൂവിൻ്റെ 9% കാൽക്കുലേറ്റ് ചെയ്ത് വരും. റൗണ്ടിങ് മെത്തേഡ് നമ്മൾ പോയിൻ്റ് ഉള്ളതൊക്കെ റൗണ്ട് ചെയ്യാനായിട്ട് അപ്വേർഡ് റൗണ്ടിങ് ഡൗൺ റൗണ്ടിങ് ഏതെങ്കിലും കൊടുത്താൽ മതി. ഇതൊക്കെ എൻ്റർ അടിച്ചു പോവുക. വേണ്ട, ഇതിപ്പോൾ ഇവിടെ 9% ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. 1000ന് 9% 90. അടുത്ത ടാക്സ് ഔട്ട്പുട്ട് SGST. ഔട്ട്പുട്ട് 9%. അതും ഇതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ടൈപ്പ് ഓഫ് ടാക്സ് GST. ടാക്സ് ടൈപ്പ് ഇതേതാണ്, സ്റ്റേറ്റ്. നേരത്തെ സെൻട്രലല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, സ്റ്റേറ്റ് ടാക്സ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ടാക്സ് ആണ്. പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ നേരത്തെ കൊടുത്താൽ 9%. അപ്വേർഡ് റൗണ്ടിങ് ഇതും കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് 9% 90 കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. ഇനി അത് ആക്സെപ്റ്റ് കൊടുക്കുക. കൊടുത്തു. ഇതാണ് സെയിൽസ് എൻട്രി. ഇനിയിപ്പോൾ ഈ സെയിൽസ് എൻട്രി നമ്മൾ അടിച്ചത് നമുക്ക് കാണണമെന്ന് വെച്ചോ, അത് ഒന്നിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, അതിനകത്ത് സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ അടിച്ചത് സെയിൽസിൻ്റെ എമൗണ്ട് മാത്രം ഇവിടെ വരും. ടാക്സ് ആയിട്ട് സെപ്പറേറ്റ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ പോയിട്ട് സെയിൽസിൻ്റെ അക്കൗണ്ട് GST സെയിൽസ് 18% എത്രയാണെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ 12% ക്രിയേറ്റ് ചെയ്താൽ അത് ഇതിൻ്റെ താഴെ വരും. അങ്ങനെ ഓരോ പെർസെൻറ്റേജ് ടാക്സും നമുക്ക് സെപ്പറേറ്റ് ഇതിനകത്ത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. GST സെയിൽസ് 18% എന്ന് കൊടുത്തത്. 18% സെയിൽസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അല്ലാതെ വെറുതെ സെയിൽസ് എന്ന് കൊടുത്താൽ സെയിൽസ് ഏത് പെർസെൻറ്റേജാണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്ത് കാണിച്ചത്. ടാക്സ് നമ്മൾ കൊടുത്ത ഡ്യൂട്ടീസ് അത് കാണണമെങ്കിൽ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് കറണ്ട് ലയബിലിറ്റീസ് ഡ്യൂട്ടീസ് അതിൽ വേണ്ട ടാക്സ് വന്നാണ് CGST SGST നമ്മൾ കൊടുത്തത് കാണാൻ വേണ്ടി ഇവിടെ കാണാം. ഇനി വേറൊരു മെത്തേഡ് സെയിൽസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ എടുക്കുക. സെയിൽസ് അക്കൗണ്ട് ബുക്സ് സെയിൽസ് രജിസ്റ്റർ അതെടുക്കുമ്പോൾ അവിടെയും കാണാം സെയിൽസ്. അതിൽ ടാക്സും കൂടെ കൂട്ടിയിട്ടുള്ള ഫിഗറാണ് വരുള്ളൂ. മൊത്തം ടാക്സും കൂടെ കൂട്ടിയ ഫിഗർ 1000 എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. സെയിൽസ് രജിസ്റ്ററിൽ ടാക്സും കൂടെ കൂട്ടിയ ഫിഗർ. P&L നിന്ന് എടുക്കുവാണെങ്കിൽ ടാക്സ് ഇല്ലാതെ സെയിൽസിൻ്റെ മാത്രം എത്രയാണെന്ന് അറിയണമെങ്കിൽ P&L നിന്ന് എടുത്താൽ അറിയാൻ പറ്റും. ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഇനി അടുത്തത് നമുക്ക് പർച്ചേസിൻ്റെ കീയാണ് F9. പർച്ചേസ് യൂസ്ഡ് ഫോർ പർച്ചേസ് എൻട്രി ആൻഡ് എക്സ്പെൻസ്. പർച്ചേസ് നമ്മുടെ സ്ഥാപനത്തിലുള്ള പർച്ചേസുകളൊക്കെ എൻട്രി ചെയ്യാനാണ് ഈ പർച്ചേസ് എന്നുള്ള ഇത് വൗച്ചർ ഉപയോഗിക്കുന്നത്. അത് അക്കൗണ്ടിങ് വൗച്ചർ എടുത്തിട്ടാണ് എല്ലാം എൻട്രി കൊടുക്കുന്നത്. അക്കൗണ്ടിങ് വൗച്ചർ ഇപ്പോൾ ഇവിടെ സെയിൽസ് ആണല്ലോ കിടക്കുന്നത്. പർച്ചേസ് എൻട്രി ചെയ്യാനായിട്ട് F9 കീബോർഡിൽ F9 കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ മൗസ് വെച്ചിട്ട് F9 സെലക്ട് ചെയ്യാം. അപ്പോൾ സപ്ലയർ ഇൻവോയ്സ് നമ്പർ, നമ്മുടെ സപ്ലയർ നമുക്ക് ബില്ല് വരുമല്ലോ, ആ ഇൻവോയ്സ് നമ്പറാണ് നമ്മൾ ഇവിടെ കൊടുക്കണേ. ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാം നമുക്കിഷ്ടമുള്ളത് പഠിക്കാൻ.
ഇവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു എസ് കമ്പനി ക്രെഡിറ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ പേരാണ് ഈ പാർട്ടി അക്കൗണ്ട് നമ്പറിൽ, അതായത് നമ്മുടെ സപ്ലയറുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ഇവിടെ ക്യാഷ് ഒന്നും കൊടുക്കാം. അപ്പോൾ അത് ക്യാഷ് വേണമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എസ് കമ്പനി അവരെ നാം മേടിക്കാനുള്ള അസംഷനിൽ അത് കൊടുക്കാം. എസ് കമ്പനി ഇത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, സപ്ലയറുടെ പേര്, അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ്, GST നമ്പർ കൊടുക്കാൻ വേണമെങ്കിൽ. അതിനുവേണ്ടി നമ്മൾ Alt+C പർച്ചേസിനെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണ ചെയ്യണ പോലെ Alt+C എടുക്കുക, GST പർച്ചേസ് എന്ന് കൊടുക്കുക. GST പർച്ചേസ് സെയിൽസ് നമ്മൾ 18% അല്ലേ കാണിച്ചത്, അതുപോലെ തന്നെ പർച്ചേസും 18% നോക്കാം. അത് അണ്ടർ ഏതിൽ വരും? പർച്ചേസ് അക്കൗണ്ട്സ്. ഇൻവെൻട്രി വാല്യൂസ് അഫക്റ്റഡ് എസ് ഇൻവെൻട്രി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെൻട്രി പഠിക്കാത്തതുകൊണ്ട് അത് അറിയാൻ പറ്റില്ല, അന്നേരം അത് പഠിക്കാം. സെക്ടർ ഓൾട്ടർ എസ്. ഇത് ഗുഡ്സ് തന്നെ കൊടുക്കുക. GST പർച്ചേസ്, പർച്ചേസിൻ്റെ എമൗണ്ട് കൊടുക്കുക, 2000 കൊടുക്കുക. അത് എന്ത് വരും? പർച്ചേസ് ടാക്സബിൾ. നേരത്തെ സെയിൽസ് ടാക്സബിൾ എന്ന് കൊടുത്ത പോലെ പർച്ചേസ് ടാക്സബിൾ കൊടുക്കുക. ഇനി ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ സെയിൽസിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് അല്ലേ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പേര് കൊടുക്കുക, ഇൻപുട്ട് GST 9%. അണ്ടർ ഏതാ? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, GST. ഇത് ഏത് വരും? CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ടാക്സ്. പെർസെൻറ്റേജ് 9. അപ്വേർഡ് റൗണ്ടിങ് ഇതൊന്നും കൊടുക്കാനില്ല. എസ് ഇതുണ്ട്, ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. 9% നമ്മൾ കൊടുത്തപ്പോൾ 2000 9% 180 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത ടാക്സ്, 2 ടാക്സ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ടാക്സ്, അതും കൂടെ ക്രിയേറ്റ് ചെയ്യണം. Alt+C അടിച്ചിട്ട് ഇൻപുട്ട് GST 9% ക്രിയേറ്റ് ചെയ്യാം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ടൈപ്പ് GST. ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പമായിരിക്കും. സ്റ്റേറ്റ് ടാക്സ് 9%. അപ്വേർഡ് റൗണ്ടിങ്, ഡൗൺവേർഡ് റൗണ്ടിങ് ഏതെങ്കിലും കൊടുക്കാം. ഇതും ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. 2000 പ്ലസ് 180 ടാക്സ് 2360 ടോട്ടൽ അങ്ങനെ വന്നു. ഇനി സാധാരണ പോലെ നരേഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുക്കണില്ല എന്നുള്ളൂ. നരേഷൻ കൊടുക്കാം. ബിൽ നമ്പർ, അതായത് ഇന്ന പാർട്ടിയുടെ എന്നുള്ള പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം അതിനകത്ത് വേണമെങ്കിൽ. എസ് ആക്സെപ്റ്റ് എസ് കൊടുത്തു. ഇതാണ് പർച്ചേസിൻ്റെ എൻട്രി. ഇനി പർച്ചേസ് നമുക്ക് കാണണമെങ്കിൽ നേരത്തെ സെയിൽസ് കണ്ട പോലെ തന്നെ 2 മെത്തേഡുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിൽ നിന്ന് എടുക്കുക, പർച്ചേസ് അക്കൗണ്ട് എടുക്കുക. ഇവിടെ കണ്ട സെയിൽസ് കാണിച്ച പോലെ പർച്ചേസിൻ്റെ എമൗണ്ട് മാത്രം, ടാക്സ് ഇല്ലാതെ പർച്ചേസിൻ്റെ എമൗണ്ട് മാത്രമേ ഇവിടെ കാണുള്ളൂ. ടാക്സ് കാണണമെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് കറണ്ട് ലയബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഇതിനകത്താണ് കണ്ട. ഇത് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. പർച്ചേസ് നമുക്ക് ഇൻപുട്ട് എടുക്കാവുന്നതാണ്, അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സെയിൽസിൻ്റെ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടും കാണും. ഇതിങ്ങനെയാണ് എൻട്രി കാണുന്നത്. ഇത് അല്ലാതെ വേറൊരു മെത്തേഡും കാണാം. നേരത്തെ സെയിൽസ് പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേന്ന് അക്കൗണ്ട് ബുക്സ്, പർച്ചേസ് രജിസ്റ്റർ, അവിടെ ടാക്സും കൂടെ കൂട്ടിയ ഫിഗറാണ് കാണുന്നത്. 2000 പ്ലസ് ടാക്സ് 2360. ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ 18% 12% ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. വേറെ വ്യത്യാസമൊന്നുമില്ല. പർച്ചേസ് 12% ആവുമെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് പർച്ചേസിൻ്റെ എൻട്രി. ഈ സെയിൽസിൻ്റെ ഈ എൻട്രി കൊടുക്കുമ്പോൾ GST കാൽക്കുലേഷൻ വരണമെങ്കിൽ നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് F11 ഫീച്ചേഴ്സിൽ പോയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇനേബിൾ അത് യെസ് കൊടുക്കുക. ഇനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് GST യെസ് കൊടുക്കുക. സെറ്റ് ഓൾട്ടർ അത് യെസ്. എന്നിട്ട് കേരള GST ഡീറ്റെയിൽസ് ചോദിക്കും. കേരള റെഗുലർ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ എന്ന് ചോദിക്കും. അത് നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. റെഗുലർ ആണ് റെഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ കോമ്പോസിഷൻ ആണെങ്കിൽ കോമ്പോസിഷൻ കൊടുക്കുക. കോമ്പോസിഷൻ കൊടുക്കണ്ട, റെഗുലർ കൊടുക്കുക. GST ആപ്ലിക്കബിൾ 1/7/2017 ആപ്ലിക്കബിൾ ആയത്. GSTIN നമ്പർ, നമ്മുടെ കമ്പനിയുടെ GSTIN നമ്പർ കൊടുക്കുക.
പീരിയോഡിസിറ്റി ഓഫ് GSTR1 അത് മന്ത്ലിയാ ക്വാർട്ടർലിയാ 2 ടൈപ്പും കൊടുക്കാമല്ലോ. അതിപ്പോൾ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. വേ ബില്ല് എസ്സോ നോ കൊടുക്കുക. എസ് കൊടുത്താലേ നമുക്ക് വേ ബില്ല് എടുക്കാൻ പറ്റുള്ളൂ. ആപ്ലിക്കബിൾ ഫ്രം അത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ത്രെഷോൾഡ് ലിമിറ്റഡ് അതൊക്കെ തന്നെ വരുന്നതാണ്. ഫ്ലഡ് സെസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് എസ് കൊടുക്കുക. ഇനേബിൾ ടാക്സ് ലയബിലിറ്റി അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട. സെറ്റർ ഓൾട്ടർ GST എസ് കൊടുക്കുക. ഇനേബിൾ അത് 18%, എത്ര പെർസെൻ്റ് വെച്ചാൽ 18% കൊടുക്കുക. എസ് ഇത് കൊടുത്താലേ നമുക്ക് GSTയുടെ കാൽക്കുലേഷനും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ സെയിൽ എൻട്രിയിൽ കാണിച്ചല്ലോ. സെയിൽസ് എൻട്രി പർച്ചേസ് എൻട്രിയിലും ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സെയിൽസ് എൻട്രിയിലും പർച്ചേസ് എൻട്രിയിലും തന്നെ കാൽക്കുലേഷനൊക്കെ വരുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റിവേഴ്സൽ. ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.